നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. ദില്ലിയിൽ കേരളത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇക്കാര്യം സാധ്യമല്ലെന്ന് അറിയിച്ചത്. വയനാടിനെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വിസമ്മതിക്കുന്നത് ദുരിതമനുഭവിക്കുന്നവർക്ക് ആവശ്യ സഹായം നിഷേധിക്കലാണെന്നും സങ്കല്പിക്കാനാവാത്ത നഷ്ടം നേരിട്ടവരോടുള്ള ഞെട്ടിക്കുന്ന അനീതിയാണിതെന്നും വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇരകളെ ഒറ്റപ്പെടുത്തുന്ന അസ്വീകാര്യമാണെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ദുരന്തബാധിതരുടെ കണ്ണീർ കാണാത്ത നിലപാട് വേദനാജനകമാണെന്നും പ്രകൃതി ദുരന്തത്തിൻ്റെ ഇരകളെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇക്കാര്യം മറച്ചുപിടിച്ചത് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ നേർചിത്രമാണെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാവും വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തോടുള്ള കേന്ദ്ര നയത്തിന് മറുപടി പറയാനുള്ള അവസരം ഇനി പാലക്കാട്ടെ ജനങ്ങൾക്കാണെന്നും കേന്ദ്രത്തിൻ്റെ ഭൂപടത്തിൽ കേരളം ഇല്ലെന്നും കേരളത്തിൻ്റെ ഭൂപടത്തിൽ അവരും ഉണ്ടാവാൻ പാടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് കഴിവും ത്രാണിയുമില്ലാത്തതിനാലാണ് കേന്ദ്ര സഹായം നേടാനാവാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഒരു സഹായവും ഇതുവരെ നൽകിയിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് വൻ പ്രതിഷേധാർഹമാണെന്നും ദുരന്തമുഖത്തും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഖ്യാപനമല്ലാതെ ഒരു സഹായവും കിട്ടിയില്ലെന്നും കേന്ദ്ര സഹായം നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പോർമുഖം തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 22 വരെ സമർപ്പിക്കാം. LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞ EP ജയരാജനെ CPM ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട് എത്തിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അദ്ദേഹം എഴുതിയതിനെതിരായി സംസാരിപ്പിച്ച് EP ജയരാജനെ CPM നേതൃത്വം വീണ്ടും അപമാനിക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ജയരാജനെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും തലപ്പത്തുള്ളവർ പിന്നിൽ നിന്ന് കുത്തിയാണ് ആത്മകഥ നാടകീയമായി പുറത്തുവിട്ടതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP പറഞ്ഞു. ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയ പരാതിയിൽ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ ചുരുൾ നിവരും. സമുന്നതനായ ഒരു നേതാവിനെ കുരുതി കൊടുക്കാൻ പാർട്ടി നടത്തിയ വൃത്തികെട്ട കളികളുടെ ഞെട്ടിപ്പിക്കുന്ന ഏടുകളാണ് പുറത്തു വരാനിരിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി P സരിനെ വാനോളം പുകഴ്ത്തി EP ജയരാജൻ. ജനസേവനത്തിൻ്റെയും ജനപരിലാളനത്തിൻ്റെയും പ്രചാരകനും പ്രവർത്തകനുമായി സരിൻ സജീവ സാന്നിധ്യമായിരുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ജനങ്ങളോടൊപ്പമായിരുന്നുവെന്നും സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് സരിന് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജൻ്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരണവുമായി രവി DC. പുസ്തക വിവാദത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും DC ബുക്സ് ഫെസിലിറ്റേറ്റർ മാത്രമാണെന്നും രവി DC ബുക്സ് പറഞ്ഞു. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രവി DC. പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി DC പറഞ്ഞു. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ്റെ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെയാണ് അന്വേഷണം നടത്തുക. തൻ്റെ ആത്മകഥ വ്യാജമായി ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചുവെന്നും EP ജയരാജൻ്റെ പരാതിയിൽ DC ബുക്സിൻ്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഗൂഢാലോചന പരാതിയാണ് EP ജയരാജൻ നൽകിയത്. ഈ സാഹചര്യത്തിലാണ് കേസെടുക്കാതെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.
പാലക്കാട് ഇരട്ട വോട്ടും വ്യാജ വോട്ടും വ്യാപകമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കോൺഗ്രസും BJPയും വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുകയാണെന്നും പിരായിരിയിൽ മാത്രം 800ഓളം വ്യാജ വോട്ടർമാരാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. CPM പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ പലരെയും കാണാനില്ലെന്നും സുരേഷ് ബാബു ആരോപിച്ചു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് കോൺഗ്രസ്. അതേസമയം പോളിംഗ് കുറവ് ഇടത് സ്ഥാനാർത്ഥിയെ ബാധിക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് LDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടുമെന്നാണ് വയനാട്ടിൽ BJPയുടെ കണക്ക്. വയനാട്ടിൽ പോളിംഗ് കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിൽ ആശങ്കയിലാണ് മുന്നണികൾ. സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഹൈക്കോടതി. പരിപാടിയുടെ സംഘാടകർ ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്നാണ് പ്രധാന മാർഗനിർദ്ദേശം. ജില്ലാതല സമിതി സർട്ടിഫിക്കറ്റിൽ പരിശോധിച്ചായിരിക്കണം ആന എഴുന്നള്ളിപ്പിന് അനുമതി നൽകേണ്ടതെന്നും തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുതെന്നും എഴുന്നള്ളത്തിന് എത്തുന്ന ആനകളും ജനങ്ങളും തമ്മിൽ 8 മീറ്റർ അകലവും ബാരിക്കേഡും വേണമെന്നും ഉൾപ്പെടെയുള്ള മറ്റു നിരവധി മാർഗനിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. യാത്രയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നതായി കുടുംബം മൊഴി നൽകി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണം 6. നീലേശ്വരം തേറുകൽ സ്വദേശി മകം വീട്ടിൽ പത്മനാഭനാണ് മരിച്ചത്. പൊള്ളലേറ്റ് കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അപകടത്തിൽ പൊള്ളലേറ്റ 100ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റാൻസ് ആക്ട്, BNS എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. കേരളത്തിൻ്റെ കായിക താരങ്ങൾ ഭോപ്പാലിൽ നടക്കുന്ന ദേശീയ അണ്ടർ-19 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വിമാനത്തിൽ പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 20 കായിക താരങ്ങൾക്കും ടീം മാനേജറും കോച്ചും അടക്കമുള്ള മറ്റ് 3 പേർക്കും വിമാന ടിക്കറ്റ് എടുക്കാൻ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡെപെക്കിന് മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. 17-ാം തീയതി മധ്യപ്രദേശിലെ നർമ്മദപുരത്ത് വെച്ച് നടക്കുന്ന ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ജൂനിയർ സീനിയർ വിഭാഗത്തിലുള്ള കായിക താരങ്ങളുടെ യാത്രാ ടിക്കറ്റ് കൺഫേം ആകാത്തതിനാൽ പ്രതിസന്ധിയിലാണ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്രയൊരുക്കാൻ സർക്കാർ ഇടപെടണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.